ഹരി ഓം. ഇന്ന് നമുക്ക് രമ്യക വർഷത്തിൽ നാരായണീയത്തിലെ 21ാമത്തെ അധ്യായത്തിൽ രമ്യക വർഷം, അതായത് കഴിഞ്ഞ ദിവസം കേതുമാലത്തിലെ ലീലാവിശേഷങ്ങൾ, അല്ലെങ്കിൽ കേതുമാലത്തിൽ എങ്ങനെയാണ്, ഏത് മന്ത്രം കൊണ്ട്, ഏത് സ്തുതികൾ കൊണ്ടാണ് ലക്ഷ്മി ദേവി, പ്രജാപതി തുടങ്ങിയവരൊക്കെ ഭഗവാനെ സ്തുതിച്ചതെന്ന് കണ്ടു. ഇനി അതായത് കാമദേവനായിരിക്കുന്ന സ്വരൂപം ഭഗവാനെ സ്തുതിച്ചത് കണ്ടു. ഇന്ന് നമുക്ക് രമ്യക വർഷത്തിൽ വടക്ക് ദിക്കിൽ രമ്യക വർഷത്തിൽ ആ വർഷത്തിൻ്റെ വൈവസ്വത മനു, ആ മഹാവ്രതൻ എന്ന് നമ്മൾ പണ്ട്, മഹാവ്രതനല്ലേ സൂര്യ നമസ്കാരം ചെയ്യാൻ നദിയിൽ കയ്യിൽ വെള്ളം എടുത്തപ്പോൾ കൈക്കകത്ത് മീൻ വന്നതൊക്കെ കഥ ഓർക്കുന്നില്ലേ? അപ്പം ആ സത്യവ്രതൻ തന്നെയാണ് ഇവിടെ മനുവായിട്ട്, വൈവസ്വത മനുവായിട്ട് ആ വൈവസ്വത മനു പൂജ ചെയ്യുന്നത്, മനുവിനാൽ പൂജിക്കപ്പെടുന്ന മത്സ്യാകൃതിയായ ഭഗവാനെ ഏത് മന്ത്രം കൊണ്ട് എങ്ങനെയാണ് പൂജിക്കുന്നതെന്നാണ് രമ്യക വർഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നാരായണീയത്തിലെ ശ്ലോകമൊന്ന് ചൊല്ലിയിട്ട് നമുക്ക് ഭാഗവതത്തിലേക്ക് കിടക്കാം. രമ്യേ ഹൃദീചി ഖലു രമ്യക നാംനി വർഷേ തദ്വർഷനാഥമനുവര്യ സപര്യമാണം ഭക്തൈകവത്സലമത്സരഹൃത്സുപാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ആ രമ്യക വർഷത്തിൽ രമ്യകം എന്ന് പേരുള്ള, അതായത് വടക്ക് ദിക്കിൽ രമ്യകം എന്ന് പേരുള്ള ഭൂഖണ്ഡത്തിൽ ആ വർഷത്തിൻ്റെ നാഥനായ വൈവസ്വത മനു, പണ്ട് വൈവസ്വത മനു സത്യവ്രതനായിരുന്നു. അദ്ദേഹമാണ് പൂജ ചെയ്ത സമയത്ത് കയ്യിൽ കുഞ്ഞു മീൻ വന്നതും, നല്ല തിളങ്ങുന്ന ഒരു കുഞ്ഞു മത്സ്യം, അതിനെ വീട്ടിൽ കൊണ്ടുപോയി കടലിൽ നിന്ന് എന്നെ രക്ഷിക്കൂ, മറ്റു മത്സ്യങ്ങൾ എന്നെ തിന്നും എന്ന് പറഞ്ഞ് ഭഗവാൻ മത്സ്യമായി അവതാരം എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഒരു പാത്രത്തിലിട്ട് വെച്ചു. ആ പാത്രത്തിൽ പറ്റാതെയായപ്പം വലിയ ഉരുളിയിലിട്ടു, അവിടെയും പറ്റാതായപ്പോൾ കുളത്തിലിട്ടു, കുളത്തിലും പറ്റാതെയായപ്പോൾ കൊണ്ട് കടലിൽ ഉപേക്ഷിച്ചു. ആ ഭഗവാൻ വളർന്ന് ആ മത്സ്യാകൃതിയായി കാണിച്ചു കൊടുത്തു. അപ്പം ആ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഭജിച്ച ആ വൈവസ്വത മനു, അല്ലെങ്കിൽ സത്യവ്രതൻ ഭജിച്ച ആ മന്ത്രവും ആ ശ്ലോകവുമാണ്, സ്തുതികളുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അത് ഞാൻ ഭാഗവതത്തിലാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അതൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. രമ്യകേജ ഭഗവത പ്രിയതമം മാത്സ്യം അവതാരരൂപം തദ്വർഷപുരുഷസ്യ മനോഹോ പ്രാക് പ്രദർശിതം സ ഇദാനീം അപി മഹതാ ഭക്തിയോഗേന ആരാധയിതം ചോദാഹരതി. രമ്യകമെന്ന വർഷത്തിലും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആ വർഷത്തിൻ്റെ അധിപനായ സത്യവ്രതന് കാണിച്ചു കൊടുത്ത മത്സ്യാവതാര രൂപം, അദ്ദേഹം ഇപ്പോൾ വൈവസ്വത മനുവായിരിക്കുമ്പോഴും, ഇപ്പം വൈവസ്വത മനുവായിട്ടിരിക്കുന്ന വലിയ ഭക്തിയോടെ ആരാധിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആ മന്ത്രം നോക്കാം. മന്ത്രം: ഓം നമോ ഭഗവതേ മുഖ്യതമായ നമഃ സത്വായ. ഓം നമോ ഭഗവതേ മുഖ്യതമായ നമഃ സത്വായ പ്രാണായ ഔജസേ സഹസേ ബലായ മഹാമത്സ്യായ നമ ഇതി. ഇതാണ് ആ മന്ത്രം. ഒന്നുകൂടെ ചൊല്ലാം.
ഓം നമോ ഭഗവതേ മുഖ്യതമായ നമഃ സത്വായ പ്രാണായ ഔജസേ സഹസേ ബലായ മഹാമത്സ്യായ നമ ഇതി. ഇത് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഇങ്ങനെ എന്നർത്ഥം. ഇനി ശ്ലോകം സ്തുതി എന്നാന്നോ, ഇതാണ് മന്ത്രം. അപ്പം മത്സ്യരൂപമായിരിക്കുന്ന അങ്ങയെ നമിക്കുന്നു. അപ്പം എന്തൊക്കെയായിട്ട്? ഓം നമോ ഭഗവതേ, ഞാൻ നമിക്കുന്നു. മുഖ്യതമായ എന്ന് പറഞ്ഞാലോ, മുഖ്യതമം എന്ന് പറഞ്ഞാൽ പ്രാണനായിട്ട് ഇരിക്കുന്ന, സത്വായ സത്വം രൂപമായിരിക്കുന്ന, പ്രാണരൂപമായിരിക്കുന്ന, ഔജസേ, ഔജസ് എന്ന് പറഞ്ഞാൽ ഓജസ് അന്ധക്കരണം, സഹസേ ബലായ മഹാമത്സ്യായ നമ ഇതി. വലിയ മത്സ്യമായ മത്സ്യരൂപമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇനി ശ്ലോകം ആദ്യത്തെ ഏതാണ്? സ്തുതിന്ന്. അന്തർബഹിശ്ചാഖില ലോകപാലൈരഷ്ട അദൃഷ്ടരൂപോ അന്തർബഹിശ്ചാഖില ലോകപാലകൈഃ അദൃഷ്ടരൂപോ വിചരസ്യുരുസ്വനഃ സ ഈശ്വരസ്ത്വം യയിദം വചേന യത് നാംനാ യഥാ ദാരുമയീം നരസ്ത്രിയം. സ്ത്രീരൂപത്തെ. അന്തർബഹിശ്ചാഖില ലോകപാലകൈഃ, അന്തർബഹി ഉള്ളിലെ, അകത്തും പുറത്തും എന്നർത്ഥം. അന്തർബഹി അന്തര്യാമിയായിരിക്കുന്നതും ആ പ്രാണശക്തി. അന്തർബഹിശ്ചാഖില ലോകപാലകൈഃ അദൃഷ്ടരൂപോ വിചരസ്യുരുസ്വനഃ സ ഈശ്വരസ്ത്വം യയിദം വചേന യത് നാംനാ യഥാ ദാരുമയീം നരസ്ത്രിയം. ദാരു എന്ന് പറഞ്ഞാൽ മരം, ദാരുമയി എന്ന് പറഞ്ഞാലോ മരപ്പാവ. മരപ്പാവയെ മനുഷ്യൻ, നരൻ മനുഷ്യൻ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത്, അതുപോലെ ഈ ഭഗവാൻ സർവപാലന്മാരാലും അകത്തും പുറത്തും കാണപ്പെടാതെ വേദമാകുന്ന ഗംഭീര ശബ്ദത്തോടുകൂടി, അതാണ് അന്തർബഹിശ്ചാഖില ലോകപാലകൈഃ, അകത്തും പുറത്തുമുള്ള ലോകപാലകന്മാരെ, അദൃഷ്ടരൂപോ വിചരസ്യുരുസ്വന, അതായത് വേദമാകുന്ന ഗംഭീര ശബ്ദത്തോടുകൂടി, സ ഈശ്വരസ്ത്വം, ഈശ്വരനായ അങ്ങ്, ഇതം വശേ അനേത്, എന്ന് പറഞ്ഞാൽ നയിക്കുന്നു അല്ലേ, വശത്താക്കി, ഈ ലോകത്തെ മുഴുവനും വശത്താക്കി ഭരിക്കുന്നു. എപ്രകാരം മനുഷ്യൻ ഒരു മരപ്പാവയെ, ഒരു മരപ്പാവയെ കൊണ്ട് എങ്ങനെയാണോ കളിപ്പിക്കുന്നത്, അതുപോലെ ലോകത്തെ മുഴുവനും കളിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ മരപ്പാവയെ എപ്രകാരമാണോ അപ്രകാരം വിശ്വത്തെ യാതൊരാൾ മുഴുവൻ ബ്രഹ്മണാദിനാമത്തിൽ ബന്ധിച്ച്, ബ്രഹ്മണം എന്ന് ഇവിടെ പറഞ്ഞ വേദമാണ്. അപ്പോൾ നാമത്തിൽ, വേദം എന്ന നാമത്തിൽ ബന്ധിച്ച് വെച്ച് സർവ ഈശ്വരനാണ് അങ്ങ്. അപ്പോൾ ഭഗവാൻ സ്ത്രീയെയും സ്ത്രീരൂപത്തെ, അത് സ്ത്രീരൂപമായ ഒരു മരപ്പാവയെ എങ്ങനെയാണോ മനുഷ്യൻ നിയന്ത്രിക്കുന്നത്, അതുപോലെ ഈ ലോകത്തെ മുഴുവൻ വശത്താക്കി നയിച്ചു കൊണ്ടിരിക്കുന്ന സർവേശ്വരനാണ് അങ്ങ് എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അന്തർബഹിശ്ചാഖില ലോകപാലകൈഃ അദൃഷ്ടരൂപോ വിചരസ്യുരുസ്വനഃ. ഉരുസ്വനം പ്രാണശബ്ദം. സ ഈശ്വരസ്ത്വം യയിദം വശേന യത്,
വശത്താക്കി നയിക്കുന്നു. അതാ വശയെ അനയത്. നാംനാ യഥാ ദാരുമയീം നരസ്ത്രിയം. അടുത്ത ശ്ലോകം. യം ലോകപാല കില മത്സരജ്വര ഹിത്വാ യതന്തോപി പൃഥക് സമേത്യ ച പാതും ന ശേകുർദ്വിപദശ്ചതുഷ്പദഃ സരീസൃപം സ്ഥാണു യതത്ര ദൃശ്യതേ. യം ലോകപാലാഹ, ഏതൊരു ലോകപാലന്മാരാണോ, കില മത്സരജ്വര, മാത്സര്യബുദ്ധിയോടുകൂടി, ഹിത്വാ യതന്തോപി പൃഥക് സമേത്യ ച, പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ, ഹിത്വ ഉപേക്ഷിച്ച്, സമേത്യ ച പാതും ന ശേകുർ വിപദശ്ചതുഷ്പദഃ. ചതുഷ്പദങ്ങൾ എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ. അപ്പോൾ ലോകപാലന്മാർ പരസ്പരം വേറെ വേറെ മത്സരിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ടും ശക്തരാകുന്നില്ല. എന്തിന്? സരീസൃപം സ്ഥാണു യതത്ര ദൃശ്യതേ, എല്ലായിടത്തും. അതായത് അങ്ങയെ വിട്ട് മത്സരജ്വരത്തോടുകൂടി ലോകപാലന്മാർ അതിപ്രയത്നം ചെയ്തിട്ടും എന്നർത്ഥം. യതന്തോപി, അതിപ്രയത്നം ചെയ്തിട്ടും ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ, പൃഥക് വേറെ വേറെയോ, സമേത്യ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടോ, അതായത് കൂട്ടായിട്ടോ ഒറ്റയ്ക്കോ, പാതും ന ശേകുർ, പാതും എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, ന ശേകുർ എന്ന് പറഞ്ഞാലോ ശക്തരാകുന്നില്ല. അതായത് മനുഷ്യർ ഭഗവാനെ വിട്ട് മത്സരജ്വരത്തോടുകൂടി ലോകപാലന്മാരെല്ലാവരും അതിപ്രയത്നം ചെയ്തിട്ടും ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ പശുക്കളെയോ സർപ്പങ്ങളെയോ സ്ഥാവര ജംഗമങ്ങളെയോ, അല്ലെങ്കിൽ പശുവാദികൾ, സർപ്പങ്ങൾ, സ്ഥാവരം, ജംഗമം എന്തെല്ലാം ഭൂമിയിൽ കാണപ്പെടുന്നോ അവയിൽ വെച്ച് ഒന്നിനെ പോലും രക്ഷിക്കാൻ ശക്തരാകുന്നില്ല എന്നർത്ഥം. പാതും ന ശേകൂർ ദ്വിപദം, ദ്വിപദം എന്ന് പറഞ്ഞാൽ രണ്ട് കാലുള്ളത് മനുഷ്യർ അല്ലേ, ദ്വികാലികൾ. ദ്വിപദ ചതുഷ്പദം, ചതുഷ്പദം എന്തുവാ ബട്ടർഫ്ലൈ ഒക്കെ. പശു തുടങ്ങിയ മനുഷ്യർ, പശുക്കൾ, നാല് കാലുള്ളത് പശുക്കളൊക്കെ, അതായത് പശു എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ എന്ന് നമുക്കെടുക്കാം. സരീസൃപം, സർപ്പം മുതലായ, സ്ഥാണു, സ്ഥാണു എന്ന് പറഞ്ഞാൽ സ്ഥാവരം, സർപ്പങ്ങൾ, സ്ഥാവര ജംഗമങ്ങൾ മുതലായ എന്തെല്ലാം ഭൂമിയിൽ കാണപ്പെടുന്നുവോ, യതത്ര ദൃശ്യത, എന്തെല്ലാം കാണപ്പെടുന്നുവോ അവയെല്ലാം രക്ഷിക്കാൻ ഈ ലോകപാലന്മാർക്കോ മനുഷ്യർക്കോ ഒന്നും പറ്റിയില്ല, ശക്തരായില്ല എന്നർത്ഥം. യം ലോകപാല കില മത്സരജ്വര ഹിത്വാ യതന്തോ വിപൃഥക് സമേത്യ ച പാതും ന ശേകുർദ്വിപദശ്ചതുഷ്പദ സരീസൃപം സ്ഥാണു യതത്ര ദൃശ്യതേ. അങ്ങയെ വിട്ട് കൂടിയ ലോകപാലന്മാർ അതിപ്രയത്നം ചെയ്തിട്ട് ഒറ്റയ്ക്കോ കൂട്ടായോ മനുഷ്യരെയോ പശുക്കളെയോ സർപ്പങ്ങളെയോ സ്ഥാവരങ്ങളെയോ എന്തെല്ലാം ഭൂമിയിൽ കാണപ്പെടുന്നു അവയിൽ വെച്ച് ഒന്നിനെ പോലും രക്ഷിക്കാൻ ശക്തരായില്ല എന്നർത്ഥം. അടുത്ത ശ്ലോകം. ഭവാൻ യുഗാന്തർണവ ഊർമിമാലിനി ക്ഷോണീമിമാമോഷധിവിരുധാം നിധീം മയാ സഹോരുക്രമതേജയോജസ തസ്മൈ ജഗത്പ്രാണഗണാത്മനെ നമൈതി. ഭവാൻ യുഗാന്താർണവ ഊർമിമാലിനി ക്ഷോണീമിമാമോഷധിവിരുധാം നിധീം മയാ സഹോരുക്രമതേജയോജസ
തസ്മൈ ജഗത്പ്രാണ ഗണാത്മനേ നമ ഇതി. ഭവാൻ, അങ്ങ് ഭഗങ്ങളെല്ലാം തികഞ്ഞ അങ്ങ് യുഗാന്താർണവം, യുഗാന്താർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം അല്ലേ, ഊർമിമാലിനി, ഈ തിരമാലകളൊക്കെ ജന്മരഹിതനായ അങ്ങ് ജന്മരഹിതനായ അങ്ങ് തിരമാലകൾ തുള്ളുന്ന പ്രളയ സമുദ്ര, തിരമാല ഊർമി എന്ന് പറഞ്ഞാൽ തിരമാലകൾ അല്ലേ, അതായത് പ്രളയജലം പ്രളയ സമുദ്രം, അർണവ സമുദ്രമാണ്. അപ്പം പ്രളയജലത്തിൽ തിരമാലകൾ തുള്ളുന്നു. അതിലെ ഓഷധികളുടെയും വൃക്ഷങ്ങളുടെയും മരുന്ന്, എന്താ പറയുക, അതിന് ആയുർവേദത്തിലുള്ള മരുന്നുകളെയൊക്കെ ഔഷധങ്ങൾ, വീരുധം എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളും ക്ഷോണി ഭൂമി. അപ്പോൾ ഭൂമിയോട് കൂടി വൃക്ഷങ്ങളെയും ഔഷധികളെയും എല്ലാം, ആ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ഔഷധികളുടെയും എല്ലാം നിധി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഇരിപ്പിടമായ ക്ഷോണിയും ഭൂമിയെ മയാ സഹോരുക്രമതേജ, മയാ സഹോരു എന്നോട് കൂടി, ക്രമതേജ ഓജസ, അതായത് എന്നോട് കൂടി ധരിച്ച് അതിവേഗത്തിൽ സഞ്ചരിച്ച്, ഉരുക്രമം എന്ന് പറഞ്ഞാൽ ഓരോ അടി വയ്ക്കുന്നതിനെയാണ്. ജഗത് പ്രാണഗണാത്മനെ, ജഗത്തിനെ ജഗത്തിന് മുഴുവനും പ്രാണനായി, പ്രാണങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന, ലോകത്തിലുള്ള എല്ലാ സർവ്വജഗത്തിൻ്റെയും പ്രാണങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന അങ്ങയ്ക്ക് തസ്മൈ നമ ഇതി, അങ്ങയ്ക്ക് നമസ്കാരം, ഇതി എന്ന്. ഭവാൻ യുഗാന്താർണവ ഊർമിമാലിനി ക്ഷോണീമിമാമോഷധി വീരുതാം നിധിയും. വീരുത്ത വൃക്ഷങ്ങളാണ്, ഓഷധി സസ്യങ്ങളാണ്, ഔഷധ സസ്യങ്ങൾ. നിധി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇരിപ്പിടം. അപ്പം മത്സ്യാവതാരം എടുത്ത് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. പിന്നെ എല്ലാവരുടെയും മയാ സഹോരുക്രമ തേജ ഓജസ, അങ്ങയുടെ ഓജസ്സും തേജസ്സും കൊണ്ട് എന്നോടുകൂടി എല്ലാ ജഗത്തിലുള്ള എല്ലാ പ്രാണങ്ങളെയും ധരിച്ചുകൊണ്ട് അങ്ങ് നിയന്ത്രിക്കുന്നു അല്ലേ. എല്ലാ പ്രാണങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം, ഇതി എന്ന്. ജന്മരഹിതനായ അങ്ങ് തിരമാലകൾ മൂലം പ്രളയസമുദ്രത്തിൽ, ആ തിരമാലകളൊക്കെ തുള്ളുന്ന പ്രളയസമുദ്രത്തിൽ ഓഷധികളുടെയും വൃക്ഷങ്ങളുടെയും എല്ലാം ഇരിപ്പിടമായ ഈ ഭൂമിയെ എന്നോടുകൂടി ധരിച്ച് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു. സർവ്വജഗത്തിൻ്റെയും പ്രാണങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇനി നമുക്ക് ആ മന്ത്രവും ശ്ലോകവും ഒരു പ്രാവശ്യം കൂടെ ചൊല്ലി നിർത്താം. ഓം നമോ ഭഗവതേ മുഖ്യതമായ നമസത്വായ പ്രാണായ, എല്ലാത്തിൻ്റെ കൂടെ നമ എന്ന് ചേർക്കാം. ഇപ്പോൾ ഓം നമോ ഭഗവതേ മുഖ്യതമായ നമസത്വായ പ്രാണായ ഊജസേ സഹസേ ബലായ മഹാമത്സ്യായ നമ ഇതി. ഇവിടെ ലാസ്റ്റിൽ നമ ഇതി. ഓ നമ സത്വായ നമ പ്രാണായ നമ ഔജസേ നമ സഹസേ നമ ബലായ നമ മഹാമത്സ്യായ ഇതി. മഹാമത്സ്യമായ നമ ഇതി, അങ്ങയ്ക്ക് നമസ്കാരം. അതാണ് മന്ത്രം. അന്തർബഹിശ്ചാഖില ലോകപാലകൈരദൃഷ്ടരൂപോ വിചരസ്യുരുസ്വനഃ സൈശ്വരസ്ത്വം യൈദം വചേനയത് നാംനാ യഥാ ദാരുമയീം നരസ്ത്രിയം യം ലോകപാലാഖില മത്സരജ്വര ഹിത്വാ യദന്തോ ബിവൃഥക് സമേത്യ ച
പാദം നശേകുർദിവതശ്ചതുഷ്പദ സരീസൃപം സ്ഥാണു യതത്ര ദൃശ്യത്തെ ഭവാൻ യുഗാന്താർണവൂർമിമാലിനി ക്ഷോണീമിമാമോഷധി വീരുധാം നിധിം മയാ സഹോരുക്രമതേജയോജസ തസ്മൈ ജഗത്പ്രാണഗണാത്മനെ നമൈതി. ഇതാണ് രമ്യക വർഷത്തിൽ അവർ സ്തുതിച്ച സ്തുതിയും മന്ത്രവും. ഇനി അടുത്തത് ഹിരൺമയത്തിലാണ്. ഹിരൺമയത്തിൽ ഏത് രൂപത്തിലാണെന്ന് അടുത്ത ഇതിൽ പറയാം. അതുവരേക്കും ഹരിയും സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.